അതെ, മഴക്കാലം കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കില്ലേ? എന്നെപ്പോലെ ഇത്രയും വൈകിയിട്ടുണ്ടാവില്ല. നിങ്ങളെല്ലാം നേരത്തെ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത്തിരി വൈകിപ്പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു മഞ്ഞുകാലം ആവാൻ വേണ്ടി കാത്തുനിന്നതാണ്. കാരണം എൻ്റെ സമയം ഒത്തുവരിക ഈ ഒരു സമയത്താണ്. കാരണം ഈ വെക്കേഷൻ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ഉണ്ടാവും. പിന്നെ ഉച്ചക്കൊക്കെ നല്ല വെയിലാണെങ്കിലും ആ വെയിലിന് അത്ര ചൂടുണ്ടാവില്ലല്ലോ. അപ്പോൾ മുറ്റവും പറമ്പും വൃത്തിയാക്കാൻ ഇറങ്ങുവാണെങ്കിൽ ഈ ക്രിസ്മസ് വെക്കേഷൻ തന്നെയാണ് ഏറ്റവും പറ്റിയ സമയം. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് എന്ത് സുഖമാണ്. കാരണം മുറ്റവും അടിക്കണ്ട, പറമ്പും വൃത്തിയാക്കണ്ട. അതൊക്കെ ആലോചിക്കുമ്പോഴേ ചിലപ്പോൾ വിചാരിക്കും അയ്യോ വീടും പറമ്പൊന്നും വേണ്ടായിരുന്നു, ഫ്ലാറ്റ് എങ്ങാനും മതിയായിരുന്നു. പക്ഷേ ഫ്ലാറ്റിലുള്ളവർക്ക് അവരുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. അവർക്കും ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പറയാൻ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴല്ലേ ചെണ്ട മദ്ദളത്തോട് പറയുന്നത് പോലെ പറയാനുണ്ടാവുക. അതൊക്കെ പോട്ടെ, ഞാനിതാ എൻ്റെ പണി തുടങ്ങുകയാണ്. 2 ദിവസം ഈ മുറ്റവും പറമ്പും വൃത്തിയാക്കാൻ തന്നെയാണ് നിന്നത്. ആദ്യത്തെ ദിവസം ക്ലീനിങ് ആണ്. പിന്നെ നമ്മുടെ ആ ഒരു ശവന്ന അറിയില്ലേ, അത് വെറുതെ വിത്ത് പാകിയിട്ട് പൊടിച്ച് വന്നതാണ്. പക്ഷേ പൊടിച്ചപ്പോൾ ഒരുപാട് കളർ കിട്ടി. ഒറ്റ കളറായിരുന്നു ഞാൻ പാകിയത്, പല കളറും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുത്തിട്ട് മാറ്റി നടാമെന്ന്. പക്ഷേ ചട്ടിയും മണ്ണൊന്നും സെറ്റാക്കിയിട്ടില്ല. നമ്മൾ ആമ്പലിൻ്റെ ആ ഒരു ഏരിയയില്ലേ അവിടെ അങ്ങ് ഊന്നി വെച്ചിട്ടുണ്ട്. വേര് പൊടിച്ചിട്ട് വേണമെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. കാരണം എൻ്റെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുന്നിലത്തെ 2 സൈഡും ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. വലിയ പറമ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഒറ്റയ്ക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഒരാളുടെ സഹായം തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇറങ്ങിത്തിരിക്കണം. പക്ഷേ എൻ്റെ വീടിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ആ ചെറിയൊരു കഷ്ണം പറമ്പ് മാത്രമേ അപ്പുറവും ഇപ്പുറവും ഉള്ളൂ, പുറകിലും ഉള്ളൂ. പുറകിലുള്ളതും ഞാൻ ഒരിക്കൽ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ചായിട്ട് അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങളുടെ വീട്ടിലെ പറമ്പിലൊക്കെ പുല്ലുണ്ടെങ്കിൽ ഒന്നുകിൽ പശുവിനെ എങ്ങാനും കെട്ടാൻ നമ്മൾ സമ്മതിക്കണം, അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിക്കോ, നമുക്ക് തന്നെ അങ്ങ് പറിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു ചേച്ചിയുണ്ട്. അവർ അഗ്രികൾച്ചർ ഓഫീസിലാണ്. അപ്പോൾ അവർ പറയും, ഞാൻ ഈ പുല്ലൊക്കെ പറിക്കുമ്പോഴേ അവർ പറയും ഇത് ഇങ്ങനെ പറിക്കരുത്, കാരണം പശുവിൻ്റെ അല്ല സോറി മണ്ണിന് നല്ലതാണ് ഈ ചപ്പൊക്കെ ഇങ്ങനെ വീഴുന്നത്, അതായത് ഇലയൊക്കെ കരിയിലയൊക്കെ വീഴുന്നത് മണ്ണിന് നല്ലതാണ്, പുല്ലൊന്നും പറിക്കാത്തതാണ് നല്ലതെന്ന്. അവർ ശരിയാണ്, ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്. വലിയ കണ്ടൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഇടാം. പക്ഷേ നമ്മൾ കുഞ്ഞു മുറ്റക്കൊള്ളവും അതിൻ്റെ ഒരു ചുറ്റുമുള്ള പറമ്പുമൊക്കെ എന്നെ സംബന്ധിച്ച് ഇതിങ്ങനെ അടിച്ചു വാരിയിട്ട് ഷെയ്വ് ചെയ്തതുപോലെ കിടക്കുന്നത് കാണുമ്പോഴാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്. നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. കാരണം പുല്ലൊക്കെ ഉള്ള പറമ്പാണ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ പറിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് എൻ്റെ വീടിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാടല്ലേ, ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളുടെ വീട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ സമയക്കുറവ് കൊണ്ടുവരണം. അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് പറമ്പൊന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കണ്ട പുല്ലൊക്കെ താനെ പൊട്ടി മുളച്ചത് മാത്രമല്ല എൻ്റെ പേൾ ഗ്രാസ് ആയിരുന്നു. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാലും അറിയാം. പേൾ ഗ്രാസ് നടന്ന വീഡിയോ കണ്ടവർക്കും അറിയാം. നല്ല കഷ്ടപ്പെട്ടിട്ട്, അതായത് 140 രൂപയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റ് വാങ്ങിയിട്ട് അതിലുള്ള ഗ്രാസ് മുഴുവൻ വെള്ളത്തിലിട്ട് അതിങ്ങനെ വിടുവിച്ചിട്ട് ഓരോന്നായിട്ട് ഞാറ് നടുന്നത് പോലെ ഞാൻ നട്ടുപിടിപ്പിച്ചത് തന്നെയാണ്. എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്താണെന്ന് വെച്ചാൽ നല്ല പേൾ ഗ്രാസ് വിരിച്ചിട്ട് നല്ല മെത്ത പോലെ ആവുന്നൊക്കെ ആയിരുന്നു. പേൾ ഗ്രാസിന് കള വരില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അത് നട്ട രീതി, ഞാൻ നട്ട രീതി എന്ന് വെച്ചാൽ ഇതുപോലെ പുല്ലൊക്കെ പറിച്ച് അതിൻ്റെ വേരോടെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് അന്ന് പേൾ ഗ്രാസ് നട്ടത്. പക്ഷേ ഈ പേൾ ഗ്രാസിൻ്റെ പരിചരണം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പൂർണ്ണ പരാജയമായിരുന്നു. കാരണം അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ, അതായത് പരിചരണം എന്ന് പറഞ്ഞാൽ പേൾ ഗ്രാസ് അല്ല, ബഫല്ലോ ഗ്രാസ് അല്ല, മെക്സിക്കൻ ഗ്രാസ് അല്ല, ഏത് ഗ്രാസ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ കള വരുവാണെങ്കിൽ ആ കള നമ്മൾ എടുത്ത് കളയണം. അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഈ പറമ്പ് പോലെ ആയിപ്പോവും. പേൾ ഗ്രാസും അതിൻ്റെ കൂടെ മറ്റുള്ള കളയും എല്ലാം ചേർന്ന് വന്നിട്ട് മൊത്തം പശുവിന് തിന്നാനുള്ള കാട് പോലെയാവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേൾ ഗ്രാസ് ഉണ്ടെങ്കിൽ എന്നെ പോലെ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഒന്നുകിൽ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സമയം വേണം, അല്ലെങ്കിൽ ഒരു ഗാർഡനർ നമ്മൾ വെച്ചിട്ട് മാസത്തെ ഈ 2 മാസം കൂടുമ്പോൾ കട്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും കള പറിക്കാനൊക്കെ ആളെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ എൻ്റെ അവസ്ഥ പോലെ ആയിപ്പോവും. മൊത്തം എടുത്തിട്ട് മുട്ട പോലെ ആക്കേണ്ടി വരും. അപ്പം ഞാനിപ്പം എൻ്റെ മനസ്സിൽ വേറൊരു കാര്യമുണ്ട്, ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ഞാൻ അതൊന്ന് ഷെയർ ആക്കാം. ഇപ്പം ഞാനിതിപ്പോൾ ക്ലീനിങ്ങും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു മതിലിൻ്റെ അതൊരു പൂപ്പലൊക്കെ പോക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നും നാളെയായിട്ട് ചെയ്യുന്നത്. സപ്പോട്ട മരം നമ്മൾ 3-4 വർഷം മുന്നേ
എക്സിബിഷന് പോയപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് വാങ്ങിയതാണ്. നന്നായിട്ട് ഇപ്പം പൂത്ത് കായ്ച്ച് വരുന്നുണ്ട്. താഴത്തെ കൊമ്പിലെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഞങ്ങൾ പറിച്ചു. അപ്പോൾ ഈ 2 താഴത്ത് കിടക്കുന്ന കൊമ്പ് ഞാനൊന്നങ്ങ് വെട്ടിക്കളയാണ്. കാരണം അവിടെ താഴത്തെ ഭാഗത്ത് എനിക്ക് പുല്ല് പറിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും അങ്ങ് വെട്ടിക്കളയാം. മൊത്തം ഒരു കാട് പോലെയല്ലേ ഉള്ളത്. പിന്നെ മേലത്തെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കൊമ്പും അതിൻ്റെ ഇടയിൽ കായ് പിന്നെയും ഒക്കെ ഉണ്ട് നമ്മളെ ചിക്കു. അപ്പോൾ ഇത് പറിക്കും വെട്ടിക്കളയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നല്ല, എന്തിനാ അത് കൊത്തുന്നത്, അതിങ്ങനെ കൊത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി ഇത് വെട്ടിയിട്ടില്ലെങ്കിലേ തീ ഭയങ്കര കാടായിട്ട് തോന്നുന്നത് ഈ ഒരു ഭാഗം മാത്രമുള്ളത്. കാരണം ഞാൻ എപ്പോഴും മുന്നേ വീഡിയോയിലൊക്കെ പറയാറില്ലേ, അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവരെപ്പോഴും എൻ്റെ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ എന്നിട്ട് നമ്മളിങ്ങനെ കുറേ സംസാരിക്കും. അത് അവർ പുറത്തിറങ്ങുവാണെങ്കിൽ ഞാനും ഉണ്ടാവും. ആകെ കുറച്ച് സമയമല്ലേ നമുക്ക് വർത്തമാനം പറയാനൊക്കെ കിട്ടും. അത് നമ്മളിങ്ങനെ അങ്ങ് സംസാരിക്കും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കലോ അല്ലെങ്കിൽ വന്ന് സംസാരിക്കലോ ഒന്നുമില്ല. നമ്മൾ മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു കടലാസ് പൂവില്ലേ, ബൊഗൈൻവില്ല, അതിൻ്റെ കഥയാണെങ്കിൽ ഒന്നും പറയണ്ട, അതിലും കാടൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിചരണക്കുറവ് കൊണ്ട് തന്നെയാണ്. ഇതെല്ലാം നല്ല വൃത്തിയിൽ ഭംഗിയിൽ ചെയ്യുവാണെങ്കിൽ എന്തോരം പൂക്കൾ ഈ സമയത്തൊക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കാടായിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഒന്നും വേണ്ട, ഓരോരോ ഭ്രാന്തിന് ഇങ്ങനെ അങ്ങ് നട്ടുപിടിപ്പിക്കും. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടേ, അങ്ങനെയൊന്നും ഇല്ല. അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റിയ പണിയൊന്നുമല്ല. ഇടയ്ക്ക് ഞാനിങ്ങനെ വിചാരിക്കും, ഈ തോട്ടവും അല്ലെങ്കിൽ ഗാർഡനിങ് ഒക്കെ അത് മക്കളെ നോക്കുന്നത് പോലെ നോക്കണം. അല്ലാതെ വെറുതെ ഒന്നങ്ങ് നട്ടിട്ട് വല്ലപ്പോഴും അങ്ങ് നനച്ചത് കൊണ്ടൊന്നും മര്യാദയ്ക്ക് അതൊന്നും വളരില്ല. അതിനെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ പരിചരിക്കണം. അനിയത്തിയുടെ വീട്ടിൽ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ആ ഒരു കടലാസ് പൂ. അതിന് വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് അവർക്ക്. അവർ രണ്ടുപേരും നന്നായിട്ട് നോക്കും. നമ്മളെപ്പോലെയല്ല, നമ്മൾ രണ്ടുപേരും നോക്കില്ല, അതാണ് ആ ഒരു വ്യത്യാസം. പക്ഷെ അത് കാണാനുണ്ട്. അവർക്കൊരു ചാനലുണ്ട് കേട്ടോ, അപ്പാസ് ഹോം ഡയറീസ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കിക്കോളൂ. അത് ചെടികളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചതേ വേറൊന്നുമല്ല, ആ പുല്ലിൻ്റെ ഇടയിൽ നിലത്തിങ്ങനെ പറ്റിക്കിടക്കുന്ന ഒരു പുല്ലുണ്ട്. അതിനെന്താണ് അപ്പോൾ പറയുക, കടലപ്പുല്ലെന്നോ നിലമ്പരെന്നാന്നോ അങ്ങനെ എന്തോ പേരുണ്ടെന്ന് തോന്നുന്നു നാടൻ ഭാഷയിൽ. അപ്പം അത് ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് എടുത്തു കളയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നമ്മുടെ പതിവ് പോലെയുള്ള നമ്മുടെ പണിയായുധമില്ലേ, ആ കൈക്കോട്ട് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കൊത്തിക്കടച്ചിട്ട് അത് വേരോടെ എടുത്തങ്ങ് മാറ്റുവാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടത്തെ സൈഡിലുള്ള ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേഗം കഴിഞ്ഞിരുന്നു. കൈകൊണ്ട് തന്നെ അങ്ങ് നമുക്ക് പുല്ലിങ്ങനെ നനച്ചിട്ട് പറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ചെറിയ നിലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറമ്പിൽ പറ്റി കിടക്കുന്ന ആ ഒരു പുല്ല് കളയാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കൊത്തിക്കടച്ചതിന് ശേഷം കൈകൊണ്ടിങ്ങനെ വേരോടെ അങ്ങ് എടുത്ത് മാറ്റുകയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ചാനലിന് വേണ്ടിയിട്ടോ വീഡിയോന് വേണ്ടിയിട്ടോ എടുക്കുന്ന പണിയല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ താമസമാക്കിയിട്ട് എത്ര വർഷമായോ അത്രയും വർഷം എല്ലാ കൊല്ലവും ഇതെൻ്റെ പണി തന്നെയാണ്. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് മഴ കഴിഞ്ഞാൽ. ഇപ്പം ഇതുപോലെ ആയിപ്പോയ എൻ്റെ തിരക്കും കാര്യങ്ങളും ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ജോലിക്കും കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കിതൊന്നും നോക്കി നടത്താൻ പറ്റാത്തത്. പിന്നെ ഞാനും ഹസ്ബൻഡും മോളും ഞങ്ങളെല്ലാവരും രാവിലെ അങ്ങ് പോകുമ്പോൾ വൈകുന്നേരമല്ലേ തിരിച്ചു വരും. പിന്നെ ഇതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല. വന്നിട്ടാണെങ്കിൽ വീട്ടിലെ പണികളും അതിൻ്റെ ഇടയിൽ ഞാൻ ആഴ്ചയിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ, അതിൻ്റെ പണികളും അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കലും പിന്നെ ഷോർട്സ് നമ്മളത് ദോശയാണ്, അത് പലർക്കും അറിയായിരിക്കും. അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുറ്റത്ത് ഇറങ്ങുന്ന പണിയൊന്നങ്ങ് കുറഞ്ഞത്. പക്ഷേ ഞാൻ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ഏത് നേരത്തും, പ്രത്യേകിച്ച് മോൾ അംഗനവാടിയിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഏത് നേരത്തും അവളെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ മുറ്റത്തായിരിക്കും. കാരണം ആ സമയത്തൊക്കെ ഹസ്ബൻഡ് രാവിലെ തന്നെ ചോറും കറിയും വെച്ചിട്ട് ആ പണിയെല്ലാം എൻ്റെ അങ്ങ് കഴിയും. പിന്നെ ഇങ്ങനെ അന്ന് ഭയങ്കര ഒരുപാട് ചെടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചാനലോ വീഡിയോസ് എടുക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്യുന്നു, നിങ്ങളെ കാണിക്കുന്നത് മാത്രം. പിന്നെ ഇപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ഞാൻ മോളെടുത്ത് ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ്. അത് അവൾ ഉണ്ടാക്കി. അതിപ്പം ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ നമ്മൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പം അതും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ആശ്രമക്കാരുടെ പീടികയില്ലേ, നമ്മുടെ സിദ്ധാശ്രമത്തിൻ്റെ പീടിക, അവിടെ നിന്ന് ആ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ബോട്ടിലാണ് അതെല്ലാം സെറ്റാക്കിയിട്ട്, ഈവൻ നമ്മുടെ ആ ഒരു ശർക്കര കൂടി അതിലുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ കാപ്പിപ്പൊടി ഇടുന്ന പോലെ ഇട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. നല്ല സുഖമാണ്. ഈ ഒരു സമയത്ത് എൻ്റെ തൊണ്ട അടഞ്ഞതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം. അപ്പം ആ സമയത്ത് എനിക്ക് തണുത്തൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ നന്നായിട്ട് ചുക്ക് കാപ്പി ഒരു ഗ്ലാസ് നിറച്ചും അങ്ങ് കുടിച്ചു. ഇനിയിപ്പം അടുത്ത ദിവസത്തെ കഥയാണ് കേട്ടോ, കഥയല്ല കാര്യങ്ങളാണ്. അപ്പം അതിനുശേഷം തലേ ദിവസം അതെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി പിറ്റേ ദിവസം നമ്മുടെ പൂപ്പൽ പോക്കലാണ്.
അതിന് ഏറ്റവും നല്ലത് ഒന്നുകിൽ നമ്മൾ ആ ഒരു കമ്പിയുടെ ബ്രഷ്, അല്ലെങ്കിൽ ഇതുപോലെ കാർ വാഷറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഈ കാർ വാഷർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കാറ് കഴുകാന്നുള്ളത് മാത്രമല്ല, പൂപ്പൽ പോക്കാൻ വെറുതെ ഇതിങ്ങനെ പിടിച്ച് നിന്നാൽ മാത്രം മതി. പിന്നെ ഇത് നമ്മുടെ ആ ഒരു നാക്ക് അറിയണം, അതായത് ഫോഴ്സ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങനെ എന്താണ് ചിലപ്പോൾ ഇതുപോലെ വരവരായിട്ട് നമുക്ക് കിട്ടണം, അതായത് പൂപ്പൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് അടുത്ത് നിന്നാൽ മതി. കുറേ ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ പൂപ്പൽ പോവില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷാർപ്പാക്കിയിട്ട് കുറച്ച് അടുപ്പിച്ചായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോകും. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫോഴ്സാണേ. അപ്പം നമ്മൾ പഴയ എന്താണ് അത് ഒരു നമ്മുടെ പെയിൻറ്റില്ലേ അതുപോലും ഇളകിപ്പോവും, അത്രയും ശക്തിയിൽ ഇത് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് അകന്ന് നിന്നാൽ മതി. അതെല്ലാം നമുക്ക് 1-2 തവണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശീലമാകുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ മാക്സിമം അതൊക്കെ അത് നമ്മുടെ പ്രഷർ പമ്പർ ഉപയോഗിച്ചിട്ട് പോക്കി, എന്നിട്ട് ബാക്കി നമ്മുടെ ആ ഒരു ബ്രഷില്ലേ, ഇന്നലെ അല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന ആ കമ്പിയുള്ള ബ്രഷ്, അതുകൊണ്ട് ഉരച്ച് തേച്ച്. പണ്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു വീട്, നമ്മൾ ആ വീടിൻ്റെ മേക്ക് ഓവറൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് നമ്മൾ മുറ്റത്തിന് ഇതുപോലെ കട്ടിയൊന്നായിരുന്നില്ല, വെറുതെ സിമെൻ്റ് ആയിരുന്നു. ആ സിമെൻറ്റ് മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര പൂപ്പലായിരിക്കും. നമ്മുടെ മുറ്റത്തുള്ള കാര്യമാണേ. അന്ന് നമുക്ക് കാറും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ കമ്പിയുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുറ്റം മുഴുവൻ തേച്ച് കഴുകുന്ന പണിയൊക്കെ അന്ന് ചെയ്തിരുന്നു. അതും വീഡിയോ ഒന്നും ഇല്ലാത്ത, അതായത് നമ്മൾ ചാനലൊന്നും ഇല്ലാത്ത കാലത്ത്. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ, 2 ദിവസം മെനക്കെട്ടിട്ട് 4 ഭാഗത്തെ മുറ്റം സിമെൻറ്റ് ഇരുന്നിട്ട് ഈ കമ്പി വെച്ചിട്ട്, ഒറ്റ കമ്പി ആ ഒരു ബ്രഷൊന്നും തീർന്നു പോയി, കാരണം കമ്പി ഇങ്ങനെ പൊട്ടിപ്പോവും. അങ്ങനെ 3 ബ്രഷ് എങ്ങാനും വാങ്ങി. എന്നിട്ട് അത് വിചാരിച്ചാൽ അത് നടക്കണം. അങ്ങനെ ഒരു ദുശ്ശീലമുണ്ട്. ശരിക്കും ദുശ്ശീലം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹസ്ബൻഡ് അന്നേരേ പറയും, അപ്പുറത്ത് അവരെ 2 ചേട്ടന്മാരൊന്ന് വിളിക്കാം, എന്നിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ എടുക്കും. ഞാൻ പറയും വേണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. രാവിലെ ചോറും കറി ആയിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ബോറടിയാന്ന്, ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വലിയ ആളായിട്ട് ഇറങ്ങി തിരിച്ചതായിരുന്നു. പണ്ടത്തെ കഥയാണ് പറയുന്നത്. 2 ദിവസം ഈ പറഞ്ഞതിലോട്ട് മുറ്റം മുഴുവൻ ക്ലീനായി. എൻ്റെ കഴുത്ത് എനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം തിരിക്കാനേ പറ്റുന്നില്ല. അവസാനം തലശ്ശേരി ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നീരിറങ്ങിയതാണ്. എന്നിട്ട് ഈ 2 ചേട്ടന്മാർക്ക് കൊടുക്കുന്ന പൈസ മുഴുവൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചിലവാക്കി. അങ്ങനത്തെ കഥയുണ്ട്. പക്ഷേ ഈ ഒരു വിചാരിച്ച തീരണം എന്നുള്ള ഒരു ചിന്ത ഇടയ്ക്ക് ഞാൻ വിചാരിക്കും, വലിയ ദോഷമൊന്നുമല്ലല്ലോ, ആരെയും ദ്രോഹിക്കുന്നൊന്നുമല്ലല്ലോ, ഞാൻ മെനക്കെട്ടിട്ട് പണിയെടുക്കുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പം അതേപോലത്തെ ഒരു ഉഷാറൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾ കഴിയും തോറും നമുക്കിങ്ങനെ വയസ്സായി വരികയല്ലേ. പഴയ എനർജിയൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു മൂഡ് വരുന്ന സമയത്ത് അങ്ങ് ഇറങ്ങിത്തിരിക്കും. അപ്പോൾ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. ഞാനത് വൃത്തിയാക്കണമെന്ന് വിചാരിച്ച് എനിക്ക് വൃത്തിയാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഇതുപോലെയുള്ള ദുസ്വഭാവമുള്ളവർ. അതിനിടയിൽ ഞാൻ ആ ഒരു മുറ്റത്ത് നമ്മുടെ പ്രഷർ പമ്പർ ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്നങ്ങ് അടിച്ചു നോക്കുമ്പോൾ മുറ്റത്തെ കട്ടയിലൊക്കെയുള്ള ചളിയൊക്കെ പെട്ടെന്ന് ഇളകുന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്യില്ല കേട്ടോ. കാരണം എനിക്കിപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് പറമ്പ് വൃത്തിയാക്കുക, പിന്നെ ആ ഒരു മതിലൊക്കെ നീറ്റാക്കുക, ഇത്ര മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കി ഇപ്പോൾ ചളിയാണെങ്കിലും അല്ലെങ്കിലും അത് മൂപ്പരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മൂപ്പർക്കതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തിന് പറഞ്ഞ് നമ്മുടെ ആ മുറ്റത്തിൻ്റെ കൊള്ളില്ലേ, നമ്മുടെ ചെറിയ മതിൽ, എല്ലാ പൂപ്പലും ഞാനതങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ പെയിൻ്റടിയാണ്. പെയിൻ്റടി നമ്മൾ നേരത്തെ ആ ഒരു ആമ്പൽക്കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ചെയ്തതിൻ്റെ ബാക്കി, അന്ന് ഞാൻ ഇവിടത്തെയും കൂടെ കണക്കാക്കിയിട്ടാണല്ലോ 4 ലിറ്റർ വാങ്ങിയത്, അത് കയ്യിലുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ കുറച്ച് പെയിൻ്റ് എടുത്തു, വെള്ളം എടുത്ത് മിക്സ് ആക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം വാങ്ങിയ 2 ബോട്ടിൽ ടിന്നും അതിന് ശേഷം വാങ്ങിയ 4 ലിറ്ററും, എല്ലാം കൂടെ 6 ലിറ്റർ ഉണ്ട്. പക്ഷേ കുറച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് ആമ്പലിൻ്റെ ഭാഗത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയൊക്കെയാണ് കയ്യിലുള്ളത്. ആ 4 ലിറ്ററിൻ്റെ ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല കേട്ടോ, അത് അവിടത്തേക്ക് മാത്രം മാറ്റി വെച്ചത്. പക്ഷേ ആദ്യം ആ ബാലൻസ് ഒക്കെ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഈ പെയിൻ്റ് അടി നമ്മുടെ ഇഷ്ടം, സത്യം പറയാലോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ പ്രാന്തമുള്ള ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലർ കാണുമ്പോൾ വിചാരിക്കുക, അയ്യോ ഇവർക്ക് എന്തിൻ്റെ സുഖേടാ, വീട്ടിലുള്ള അകത്തുള്ള പണിയും കഴിഞ്ഞ് അവിടെ അങ്ങ് വെറുതെ അങ്ങ് ഇരുന്നൂടേന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്നും തോന്നല്ല. ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് ആരും മുറ്റം അടിക്കും, പെയിൻ്റ് അടിക്കാനോ പൂപ്പൽ പോക്കാനോ എൻ്റെ അടുത്ത് ആരും പറയുന്നില്ല. ഈവൻ എൻ്റെ ഹസ്ബൻഡ് പോലും പറയും, നിനക്ക് എന്തിൻ്റെ ഭ്രാന്താന്ന്, അത് അവിടെ വെച്ചേക്ക്, നമുക്ക് നോക്കിയിട്ട് പിന്നെ ചെയ്യാം, ആരെങ്കിലും വിളിപ്പിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഇത് എൻ്റെ ഒറ്റ ഭ്രാന്ത് മാത്രമാണ് ഇത്. പക്ഷേ വേറൊന്നുണ്ട് കേട്ടോ, എങ്ങനെ ആർക്ക് എന്ത് പറയുകയാണെങ്കിലും ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ എൻ്റെ അമ്മോ,
അത് അപാരമാണ് കേട്ടോ. അത് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. അതായത് നമ്മുടേതല്ല എന്ന് തോന്നുന്ന വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പം കിട്ടുന്നൊരു മനസ്സുഖമുണ്ടല്ലോ, അത് അപാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം കോനാലിരുന്നിട്ട് വരാന്തയിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ നോക്കിയത് ഇത് ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയായില്ലേ, ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതല്ലേ, അയ്യോ ഇത് ഞാൻ തന്നെയാണോ ചെയ്തത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞിട്ട്. അത്രയും സാറ്റിസ്ഫാക്ഷൻ. ഇതൊന്നും പൈസ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന കാര്യമല്ലല്ലോ. ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മെനക്കെട്ടാൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഭയങ്കര സംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോറി കേട്ടോ, ഞാൻ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ സന്തോഷം നിങ്ങളോടും കൂടെ പറഞ്ഞെന്ന് മാത്രം. നമ്മളൊരു ഫാമിലി അല്ലേ, എൻ്റെ എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എൻ്റെ മനസ്സ് തുറന്നങ്ങ് ഞാൻ പറഞ്ഞതാട്ടോ. പിന്നെ ഈ പെയിൻ്റ് അടിക്കുന്ന രീതി തലങ്ങും വിലങ്ങും എന്നൊക്കെ പറയില്ലേ, കുറേ കുത്തനെ അടിക്കും, കുറേ വിലങ്ങനെ അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം ഈ കാണുന്ന ആരുടെയെങ്കിലും ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് പണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടന്മാരാരെങ്കിലും പെയിൻറ്റ് പണി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മളിത് പഠിച്ചിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ ഒന്നങ്ങ് വെള്ള പൂശണം, എൻ്റെ ലക്ഷ്യം അത്ര മാത്രമേ ഉള്ളൂ. ഞാനതങ്ങനെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ നമ്മുടെ ആ ഒരു മണ്ണിൻ്റെ ഭാഗമില്ലേ, മണ്ണൊക്കെ ഇപ്പോൾ കറക്റ്റ് ലെവലിലുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ മണ്ണൊക്കെ ആ ഒരു കൊള്ളിൻ്റെ മേലെയൊക്കെ ആവുന്നുണ്ട്. ഞാൻ പിന്നെ കൈകൊണ്ടെല്ലാം അങ്ങ് തട്ടി അങ്ങോട്ട് നീക്കി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറിയാതെ ചെയ്യുന്നതാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ മുറ്റം കണ്ടാൽ മനസ്സിലാകും. കാരണം കുറേ പെയിൻറ്റൊക്കെ അങ്ങനെ തുള്ളിയായിട്ട് അവസാനം നമ്മുടെ സ്ഥിതി അങ്ങനെയാണല്ലോ, നമുക്ക് വേഗം പണി തീർക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഞാനിതിപ്പം ഒരു ദിവസമാണ് മുറ്റം ക്ലീൻ ചെയ്യാനും അടുത്ത ദിവസമാണ് പെയിൻ്റ് അടിക്കാനും നിൽക്കുന്നത്. അപ്പോൾ പെയിൻ്റ് ഇന്ന് തന്നെ തീർക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ നാളെയും ഈ പെയിൻറ്റിൻ്റെ ടിന്നും കൊണ്ട് വലിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇന്ന് തന്നെ തീർക്കണം. അതുകൊണ്ട് ആദ്യം എന്താ ചെയ്തതെന്നറിയോ, ഭയങ്കര സ്ലോ ആയിരുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്പീഡിട്ട് കാണിക്കുന്നത് മാത്രം. പക്ഷേ അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ധൃതിയായിപ്പോയി. ഞാനിങ്ങനെ വേഗം പെയിൻ്റ് എടുക്കുക, വെള്ളം നിറക്കുക, അങ്ങനെ വെള്ളം കുറച്ചൊക്കെ ലൂസായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറ്റത്തിലെല്ലാം ഈ പെയിൻ്റൊക്കെ ഇങ്ങനെ ഉറ്റി പോയിട്ടുമുണ്ട്. പിന്നെ ഞാനതങ്ങ് കഴുകി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ഒന്നും വൃത്തിയായിട്ടില്ല മുറ്റത്തേക്കൊന്നും. പിന്നെ ഇത് ഒറ്റ കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, 2 കോട്ടൊന്നും അടിച്ചിട്ടില്ല. ഒറ്റ കോട്ടിൽ ഇങ്ങനെ അങ്ങ് അടിച്ചടിച്ച് പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് ക്യാമറ അല്ല ശരിക്കും നോക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ വീട്ടിൽ അവിടെ ചെറിയൊരു വാവയുണ്ട്. ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ആ ടെക്സ്റ്റർ പെയിൻ്റ് അടിക്കുമ്പോഴേ ചെറിയ 2 മക്കളാണ്, അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇത്തവണയും ഞാൻ പെയിൻ്റ് അടിക്കുന്ന കണ്ടപ്പോൾ വീഡിയോ പിടിക്കുകയാണോ പെയിൻ്റ് അടിക്കുകയാണോ, കഴിഞ്ഞ കൊല്ലത്തെ ഇത് തന്നെയാണോ അടിക്കുന്നത്, ഇങ്ങനെ കഥ പറയുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാസ്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു മക്കളുടെ അടുത്ത്, ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ, പക്ഷേ പിന്നെ നാണം കൊണ്ട് രണ്ടും കൂടെ അങ്ങ് പോയി. മൊത്തം 6 ലിറ്റർ പെയിൻ്റ് ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ അടുക്കള ഭാഗത്തുള്ള ഏരിയ ഇല്ലേ, അവിടെയും കൂടെ പെയിൻ്റ് അടിക്കണം. ഇനിയും ഞാൻ എന്തായാലും പൈസയും കൊടുത്ത് വാങ്ങില്ല, ഇതിനെ കൊണ്ട് ഒപ്പിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇവിടെയെല്ലാം കൂടുതൽ വെള്ളം, അതിലുള്ള റേഷ്യോ ഒന്നല്ല, ഇത്തിരി അധികം ചേർത്തിട്ടാണ് ഞാൻ ഈ ഭാഗത്തൊക്കെ അങ്ങ് അടിച്ചടിച്ച് പോയത്. പിന്നെ ആ ഒരു മതിലൊരു ഗ്യാപ്പ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ കമ്പി ഉണ്ടാവില്ലേ, അത് ഫില്ലാക്കണം എന്നായിരുന്നു അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ നമുക്ക് വീട് കൂടലിൻ്റെ സമയത്തൊക്കെ ഫണ്ട് അങ്ങ് അറിയാലോ, നമ്മളൊരു വീട് വെക്കുമ്പോൾ അവസാനം ഭയങ്കര ഞെരുക്കായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പൈസയൊക്കെയാണ് അതിലങ്ങ് വരിക. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പണിയൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ആ ഒരു മതിലിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ കമ്പി വെക്കണം എന്നൊക്കെ ആയിരുന്നു അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഗ്യാപ്പ് ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത് അന്ന് ഫണ്ട് തികയാത്തത് കൊണ്ടാണ്. പിന്നെ ഇനിയിപ്പം മൂപ്പരും പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ കിടക്കട്ടെ എന്ന്. അപ്പം എൻ്റെ ഈ ഒരു ഭാഗത്തെ പറഞ്ഞ് ഈ ഒരു ഭാഗത്തെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അപ്പുറത്തെ സൈഡ് കുറച്ച് അധികം ഉണ്ട്, നീളം കൂടുതലാണ്. അവിടെ ബാക്ക് സൈഡിലുള്ള അതായത് നമ്മുടെ ആ ഒരു മതിലില്ലേ, മുറ്റത്തേക്കുള്ള മതിൽ മാത്രമല്ലാണ്ട് പുറത്തുള്ള മതിലില്ലേ, അതൊക്കെ കുറച്ച് നമ്മളെ കിണർ വരെയും അടിക്കണമല്ലോ. സന്ധ്യ ആവാൻ കുറച്ചും കൂടെ സമയമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സന്ധ്യേൻ്റെ മുന്നേ തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചതേ, അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ ബ്രേക്കായി പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സന്ധ്യ ആകുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ അങ്ങ് അടിച്ചടിച്ച് പോവുകയാണ്. ഇനി ഞാൻ ഈ ഒരു ഭാഗമൊക്കെ അങ്ങ് ഫാസ്റ്റ് ആക്കിയിട്ട് അങ്ങ് കാണിക്കാമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കില്ലേ, നിങ്ങൾ വിചാരിക്കില്ലേ അയ്യോ ചേച്ചി പെയിൻ്റ് അടിക്കുന്നത് നമ്മൾ എന്ത് കാണാനാ, അങ്ങനെ അങ്ങ് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കാരണം വേറെ എന്തെങ്കിലും വീഡിയോ കണ്ടോ. പക്ഷേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും ഒന്ന് വൃത്തിയാക്കാൻ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചതിൽ എന്തെങ്കിലും തരത്തിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ
എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇനി അഥവാ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ, അതായത് നമ്മളെ ഒരു ബെല്ലിൻ്റെ ചിഹ്നം ഉണ്ടാവില്ലേ, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ പിന്നെ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്പീഡിൽ നിങ്ങൾക്ക് കാണിക്കുവാണേ. അതിൻ്റെ ഇടയിൽ കാലുകൊണ്ട് ബോളടിക്കുന്നത് പോലെ 2 കൊട്ട് കൊടുത്തത് ഒരു വലിയ മുട്ടാളം കല്ല്. അത് ബാക്കോട്ട് ഇങ്ങനെ പോകുന്നതോറും എൻ്റെ കാലിൽ അങ്ങ് കുടുങ്ങുകയാണ്. അപ്പോൾ ഒറ്റ ചവിട്ടിട്ട് കൊടുത്തതാണ്. അത് അതിൻ്റെ വഴി അങ്ങ് പോയിട്ടുണ്ട്. എനിക്ക് തന്നെയാണ് പണി. അതെടുത്തിട്ട് ഇനി അത് നമ്മുടെ ആമ്പൽക്കുളത്തിലുള്ള പെബിളില്ലേ, അതിലേതോ ഒന്നാണ് കുറച്ച് വലിയത്. അതിനിപ്പോൾ എടുത്തിട്ട് ഞാൻ തന്നെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇടണം. ഇതിപ്പോൾ ഇതിൻ്റെ തിരക്കിൽ അതങ്ങ് ചവിട്ട് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ പെയിൻ്റ് അടി ഏതാണ്ട് ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഇനി പുറകിലുള്ളതും കൂടെ ചെയ്യണം. അതും കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. അതും കൂടെ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഇങ്ങനെയാണ് നമ്മുടെ മുറ്റം ഇപ്പോൾ ഇരിക്കുന്നത്. ആദ്യത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മുടെ ആ ഒരു ചിക്കുട മരം താഴത്തെ കൊമ്പ് വെട്ടിക്കളഞ്ഞത് ഇപ്പോൾ ബോറായിട്ടൊന്നും തോന്നില്ലല്ലോ, കറക്റ്റായിട്ട് വന്നിട്ടില്ലേ. ആ 2 കൊമ്പ് വെട്ടിയത് കൊണ്ടാണ് ബാക്കിലുള്ള മതിൽ പെയിൻ്റ് അടിച്ചൊക്കെ നന്നായിട്ട് കാണുന്നത്. ഇതിപ്പം അന്ന് വൈകുന്നേരത്തതല്ല, പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം രാവിലെ നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത്. നമ്മൾക്ക് കിണറിൻ്റെ അപ്പുറത്താണ് കിഴക്ക് വരുന്നത്. ആ സമയത്താണ് ഞാനിത് വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഒരു നിർവൃതിയിലാണ് ഞാനുള്ളത്. കാരണം ഇത് മുഴുവൻ ഞാൻ ചെയ്തതാണല്ലോ എന്നുള്ള ചിന്ത. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിൻ്റെ പറമ്പൊക്കെ വൃത്തിയാക്കണം തോന്നുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങിക്കോ, ഒട്ടും സമയം വൈകിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അങ്ങ് നിർത്തുവാണേ. ഇതുവരെ വീഡിയോ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.